Okay, so type 6 of module 3 partial derivatives. So we will be today looking at എന്താണ് ആ പേര് തന്നെയില്ല സംഭവം പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. നമ്മൾ കുറേ നേരമായി ലിമിറ്റ്സും ലെവൽ കർവും ലെവൽ സർഫേസും ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു യാത്രയിലായിരുന്നു. വന്ന് ലാസ്റ്റ് നമ്മൾ എന്താണ് മെയിൻ ടോപ്പിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഐ വുഡ് ലൈക്ക് ടു കോൾ ഇറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താണ്? ദിസ് ഈസ് ഓൾസോ ബേസിക്കലി നമ്മൾ പൊതുവെ ലിമിറ്റ് നിന്ന് തുടങ്ങിയിട്ടാണ് ഡെറിവേറ്റീവ്സിലേക്ക് വരുന്നത്. അതേപോലെ നമ്മൾ പാർഷ്യലായിട്ടുള്ള ലിമിറ്റ് തുടങ്ങിയിട്ട് പാർഷ്യലായിട്ടുള്ള ഡെറിവേറ്റീവിലേക്ക് കടക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതിനൊരു ഫോർമുല ഫണ്ടമെൻ്റലി നമ്മൾ നോക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഫോർമുല വരുന്നത് എഫ് ഓഫ് എക്സ് വൈ. ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഇൻ ദ എക്സ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതാണ് ഇതിൻ്റെ ഫോർമുല വരുന്നത്. ഈ ഫോർമുല നമുക്ക് അധികം എക്സാമിന് യൂസ് ചെയ്യേണ്ടി വരാറില്ല. കാരണം ഈ ഒരു ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെറിവേറ്റീവിൻ്റെ നോഷൻ വെച്ചിട്ട് തന്നെ ഡെറിവേറ്റീവിൻ്റെ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ സിമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ആക്ച്വലി പണ്ടൊക്കെ അങ്ങനെ പണ്ട് എന്നല്ല, നമ്മൾ ഈ ഈ പറയുന്ന ഇത് വേറെ എടുപ്പ് ചെയ്തു +1 ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് യൂസിങ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസ് എല്ലാം പൊതുവേ 6 മാർക്കിനൊക്കെ വരാറുണ്ടായിരുന്നു +1 പഠിക്കുന്നത്, ലിമിറ്റ്സ് പഠിക്കുമ്പോൾ. അതപ്പോൾ നമ്മളെങ്ങനെയായിരുന്നു ചെയ്യുക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടായിരുന്നു റീഅറേഞ്ച് എല്ലാം ചെയ്ത് നമ്മൾ ഒരുപാട് സ്റ്റെപ്പിലൂടെയായിരുന്നു ഇതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നത് നമ്മൾ ഫൈനലി. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഐഡിയ ആണ് ഇത്. പാർഷ്യൽ ഡെറിവേറ്റീവിന് ഫണ്ടമെൻ്റൽ ഐഡിയ ആണ് ഇത് എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താ? അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എഫ് ഓഫ് വൈ എക്സ് വൈ. അപ്പോൾ ഇതാണ് അതിൻ്റെ സിമ്പിൾ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് വൈ പ്ലസ് വൈയുടെ ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ +1 പഠിച്ച ഇക്വേഷനാണ്. അത് ജസ്റ്റ് വെറുതെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിരുന്നു. അതിൽ ഈ ഒരു ഇക്വേഷനെ നമ്മളിപ്പം പഠിക്കുന്നില്ലല്ലോ. ഇത് +1 ഒരു നൊസ്റ്റാൾജിയ ഇക്വേഷൻ. നൊസ്റ്റാൾജിയ എന്നായിരിക്കില്ല പല ആൾക്കാർക്കും മാത്തമാറ്റിക്സ്, പക്ഷേ എന്നാലും ഞാൻ പറയാം ഇറ്റ് ഈസ് എൻ ഓൾഡ് മെമ്മറി, ഓൾഡ് ഇക്വേഷൻ. അപ്പോൾ ഞാൻ 5 ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ വന്ന് ലാസ്റ്റ് നമ്മൾ നൗ വി റീച്ച് അറ്റ് ദ ഡെഫിനിഷൻ, വി റീച്ച് അറ്റ് ദ ബേസിക് സിമ്പിൾ ഓഫ് എ പാർഷ്യൽ ഡെറിവേറ്റീവ്. നമ്മളെങ്ങനെയാണ് എഴുതുക? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ സിമ്പിൾ എഴുതുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിമ്പിളാണ് ഡോ ബൈ ഡോ എക്സ്. ഈ സിമ്പിൾ കാണുമ്പോൾ ഒരു ഡി പോലെയൊക്കെ തോന്നും, പക്ഷേ ഡീനൊക്കെ വളച്ചിട്ടിട്ട് ഇതിലൊരു സിമ്പിളാണിത്. പിന്നെ ഇങ്ങോട്ടേക്കിൽ, അതായത് നമ്മൾ ഡി പോകുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതൂല, പക്ഷേ ഇവിടെ ഈ ഒരു സാധനം കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് ബേസിക്കലി എഴുതുന്നത്. ദിസ് ഈസ് ദ സിമ്പിൾ ഓഫ് ഡോ. ദിസ് റെപ്രസെൻറ്റ്സ് പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ സിമ്പിൾ, പാർഷ്യൽ ഡെറിവേറ്റീവ് സിമ്പിൾ. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എ ഫംഗ്ഷൻ സെഡോ അല്ലെങ്കിൽ എഫ് ഒ, അതായത് എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ പറയുന്നെങ്കിൽ ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ്, ദാറ്റ് ഫംഗ്ഷൻ, ദാറ്റ് സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നും പൊതുവെ പറയാറുണ്ട്. പിന്നെ ഡോ ബൈ ഡോ സെഡ് എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് സെഡ് ഡയറക്ഷൻ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഇത് ആക്ച്വലി സെഡ് അല്ല, ഇതിന് വേറെന്തെങ്കിലും അപ്പോൾ ഒരു സിമ്പിൾ കൊടുക്കേണ്ടി വരും, ഒരു ഡബ്ല്യു. കാരണം അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയി പോലെ. സോ ഡോ ബൈ ഡോ സെഡ് ഓഫ് ഒരു ഫംഗ്ഷൻ ഡബ്ല്യു. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ സിമ്പിൾസ് ഒക്കെ വരുന്നത്. ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ. വായിക്കുന്ന പ്രൊണൗൺസിയേഷനും ഡിഫറെൻ്റ് ആണ്. ഡി ബൈ ഡി എക്സ് എന്നല്ല വായിക്കുന്നത്, ഡോ ബൈ ഡോ, ഡോ എന്നാണ് വായിക്കുന്നത്. ഡോ എന്നൊക്കെ പറയില്ല നമ്മൾ, ഡോ അതിൻ്റെ ആ ഡോ ആണ് ഈ ഡോ. അപ്പോൾ ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെഡ്. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് ചെയ്യുന്നത് സംഭവം ഡിഫിക്കൽട്ടാണോ? നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്, ഈസിയാണെന്നല്ല നമുക്കൊരു ആദ്യം എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ 5 ക്വസ്റ്റ്യൻ ടോട്ടൽ എടുത്തിട്ട് 2 എക്സാമ്പിൾസും 3 എക്സസൈസ് ക്വസ്റ്റ്യൻസും. വി വിൽ ബി ഇതോട് കൂടിയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നുള്ള ഐഡിയ ആക്ച്വലി ഇവിടെ ഷുഡ് ബി സോർട്ടഡ് ഔട്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ, അതായത് എഫ് ഓഫ് എക്സ് വൈ എന്ന്
പറയുന്ന അതായത് എക്സും ഉണ്ട് വൈൻ്റെ ടേംസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ടേംസിൽ ഒരു ഫംഗ്ഷന് നമ്മൾ പൊതുവെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ ഇപ്പോൾ എഫ് ഓഫ് എക്സ് മാത്രമാണെങ്കിൽ അതിൽ ഇപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് 4x² പ്ലസ് 7x മൈനസ് 1 എന്നെല്ലാം പറഞ്ഞിട്ട് ഇതിപ്പോൾ എക്സിൻ്റെ ടേംസിൽ മാത്രം ഫംഗ്ഷൻ അല്ലോ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷനിൽ എക്സിനും ടേംസ് ഉണ്ട് വൈനും ടേംസ് ഉണ്ട്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുമ്പോഴോ അപ്പോൾ എക്സിൻ്റെ ടേമും ഉണ്ട്, പിന്നെ വൈൻ്റെ ടേമും ഉണ്ട്, പിന്നെ സെഡിൻ്റെ ടേമും ഉണ്ട്. ഇതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോ നമ്മളെ ഫംഗ്ഷനിൽ നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത് 2 വേരിയബിൾ സിസ്റ്റമാണ്. 3 വേരിയബിളിൻ്റെ 3 വേരിയബിളിൻ്റെ സിസ്റ്റം നമ്മൾ ഇനി ടൈപ്പ് 8 ഡീൽ ചെയ്യും. പക്ഷേങ്കിൽ അതിന് മുൻപ് നമുക്ക് ആദ്യം എന്താണ്, നമുക്ക് മെല്ലെ മെല്ലെ വെച്ച് വരുന്നില്ലല്ലോ മറ്റേ നമ്മളെ കുഞ്ഞിനെ. അപ്പോൾ ഫോർ ദ ബേബി വി ആർ ജസ്റ്റ് വാക്കിംഗ് വിത്ത് 4 legs. സോ നമുക്ക് ആദ്യം 2 വെച്ചിട്ട് എന്നിട്ട് നമുക്ക് 3 കടക്കാം. സോ 2x³ y² പ്ലസ് 2y പ്ലസ് 4x. ഇതെങ്ങനെ ഇപ്പോൾ ചെയ്യുക? ഇത് ചെയ്യണം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സ് ഓഫ്, അതായത് എഫ് ഓഫ് എക്സ്, ഇത് ആക്ച്വലി എക്സ് താഴെ എഴുതുന്നത് സബ്സ്ക്രിപ്റ്റ് ആയിട്ടൊന്നും എഴുതുന്നത്, സബ്സ്ക്രിപ്റ്റ് എന്നല്ല വഴി താഴെ എഴുതുന്ന സാധനത്തിനും സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് എഴുതുക. എഫ് ഓഫ് എക്സ് ഓഫ് എക്സ് വൈ, ഇതാണ് ബേസിക്കലി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഈ എഫ് ഓഫ് എക്സ് നമുക്ക് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യാം? ഡോ എക്സ് എന്ന് പറഞ്ഞിട്ട് ഇക്വേറ്റ് ചെയ്യാം. കാരണം ദിസ് ഇസ് എ ഫംഗ്ഷൻ വിത്ത് ഇൻ റെസ്പെക്ട് ഓഫ് എന്താണ് എക്സ് ഡയറക്ഷൻ, അല്ലേ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഈ എഫ് ഓഫ് എക്സിന് നമുക്ക് വേണ്ടിയാൽ ഡോ എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അങ്ങനെ എഴുതാം. സോ ദിസ് ഈസ് ഇൻഡയറക്ട്ലി ദിസ് മീൻസ് ഡോ എക്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ, അല്ലെങ്കിൽ ഈ ഒരു എഫ് ഓഫ് എക്സ് വൈന് ഒരു സെഡ് വേണ്ട, ഒരു ഡബ്ല്യു ഞാൻ പറയുന്നത് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡോ എക്സ് ഓഫ് ഡബ്ല്യുവിനെ കണ്ടുപിടിക്കണം. സോ ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഐഡിയ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഫോക്കസ് ഓൺ ദ ടേം വിത്ത് റെസ്പെക്ട് ടു ദ വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ഡെറിവേറ്റീവ്. അതായത് ഈ ഡോ ഓഫ് എക്സ് എന്ന് പറയുന്നത്, അതായത് ഡോ എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഏതെല്ലാം ടേംസ് ഉണ്ടോ അതിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി എല്ലാത്തിനും നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ x³ എന്ന് പറയുന്നത് ഇതിനിപ്പോൾ ഒരു ഫംഗ്ഷനെ ഇതിനൊരു സബ് ഫംഗ്ഷനായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഒരു വലിയൊരു ഫംഗ്ഷൻ്റെ ഒരു കഷ്ണമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 2 ഉണ്ട്, y² ഉണ്ട്, x³ ഉണ്ട്. ഈ x³ എന്ന് പറയുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നതുകൊണ്ട് x³ നമ്മളെ കംപ്ലീറ്റ് ഫോക്കസും വരുന്നത്. നമ്മളപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ആ വേരിയബിളിൽ ദാറ്റ് ടേം കംസ് അണ്ടർ കൺസിഡറേഷൻ ഓൾ ദ അതർ ടേംസ്, ഓൾ ദ അതർ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ് ആൻഡ് ഓൾ ദ അതർ വേരിയബിൾസ്. അതിലിപ്പോൾ എക്സും വൈയും സെഡും പിയും ക്യൂ എന്തുണ്ടെങ്കിലും ദാറ്റ് ഓൾ ദ അതർ തിങ്സ് വിൽ ബി കൺസിഡേഴ്സ്. ആ ഒരു ഒറ്റ ടൈമിൽ നമ്മൾ എക്സിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നില്ല, ബാക്കി എല്ലാ ടൈമിൽ കോൺസ്റ്റൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനിൽ ഇപ്പം പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ d/dx ഓഫ് മറ്റേ 2x², നമ്മൾ ഇങ്ങനെ ആകുമ്പോൾ എന്താ, ഇത് x² മാത്രമേ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2-നൊന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ആവില്ല ഇവിടെ. കാരണം എന്താ, ഇത് എക്സിൻ്റെ ഒപ്പരയില്ല, ഒരു വേരിയബിളിൻ്റെ ഒപ്പരയില്ല ഒരു ടേമാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഈ 2-നെ പുറത്തെടുക്കും. ഇവിടെ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ d/dx ഓഫ് x². അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ എന്ത് വന്ന്, ഇപ്പോൾ ഈ 2x²നൊപ്പം ഇവിടെ ഒരു വൈയും കൂടി വന്നു. അതാണ് ആകെ പറ്റിയത്. ഇവിടെ ഇപ്പോൾ 2x³ ഇവിടെ ഒരു y² വന്ന്. അപ്പോൾ ഈ 2-ന് നമ്മൾ ഡെറിവേറ്റീവിനെ പുറത്തെടുത്ത് y²ന് ഡെറിവേറ്റീവിനെ പുറത്തെടുത്ത്, ഇതാ 2y² ഞാൻ കോൺസ്റ്റൻ്റ് ആക്കിയത് പുറത്തെടുത്ത്. ആരെ ഡെറിവേറ്റീവ് എടുക്കുന്നില്ല? ഡോ(x) ഓഫ് x³ മാത്രമേ ഡെറിവേറ്റീവ് എടുക്കുന്നുള്ളൂ. ഇതാണ് ഫസ്റ്റത്തെ നമ്മൾ എടുക്കാൻ പോകുന്ന ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ്. അടുത്തത് 2y. ഇവിടെ എക്സിൻ്റെ ബേസിൽ ടേം ഉണ്ടോ? ഇവിടെ എക്സിൻ്റെ ബേസിൽ ടേം ഇല്ല. അപ്പോൾ എക്സിൻ്റെ ബേസിൽ ടേം ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെ എക്സിൻ്റെ അപ്പോൾ കോയിഫിഷ്യൻ്റ്, അപ്പോൾ എക്സിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം നിങ്ങൾ ആലോചിച്ചൊക്കെ എനിക്ക് വേണ്ടിക്ക് 2y × 1 എന്ന് എഴുതാമല്ലോ, കാരണം ദിസ് വോണ്ട് ചേഞ്ച്. സോ എന്തായാലും ഇവിടെ നമ്മൾ വൈനെ എന്തായാലും d/dx ഓഫ് എക്സ് എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളിവിടെ ഡിഫറൻഷ്യേറ്റ് അതല്ലോ. അത് എവിടെയാണ് വരുന്നത്? അത് നമ്മൾ മറ്റേ പഠിക്കുന്ന ടൈമിൽ +2 പഠിക്കുമ്പോൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന 5th ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ഫംഗ്ഷൻസ് ഒരുമിച്ച് വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു നമ്മളെ അതായത് വിത്ത് റെസ്പെക്ട് ടു അല്ലാത്ത ഫംഗ്ഷനെ നമ്മളിപ്പോൾ നമ്മൾ d/dx എടുക്കുന്നെങ്കിൽ ഇപ്പോൾ വന്നുവെങ്കിൽ dy/dx എന്നെല്ലാം പറഞ്ഞിട്ട് എടുക്കുമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലല്ല ചെയ്യുന്നത്. ഇത് തമ്മിലൊരു ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വൈന് വേറൊരു ഫംഗ്ഷൻ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ 2-എന്നോ 4-എന്നോ -1-ഓ 1 എന്നെല്ലാം പറയുന്ന പോലെ ആ നമ്പർ ആയിട്ട് തന്നെ അതിന് നമ്മളവിടെ കൺസിഡർ. ഇറ്റ് ഈസ് ദാറ്റ് വേരിയബിൾ അനദർ ഡിഫറെൻറ്റ് വേരിയബിൾ ഈസ് കൺസിഡേർഡ് ആസ് എ കോൺസ്റ്റൻറ്റ്. നോട്ട് ഓൺലി ദിസ് 2 ഈസ് കോൺസ്റ്റൻറ്റ്, ദിസ് y ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ z ഉണ്ടായിരുന്ന z കോൺസ്റ്റൻ്റ് ആയേനെ.
സെഡ് വുഡ് ഓൾസോ ഹാവ് ബീൻ ഇൻ എ കോൺസ്റ്റന്റ്. നമ്മളിവിടെ സെഡ് എഴുതാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് സെഡിനെ ഡീൽ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളതിനെ ഡീൽ ചെയ്യുന്നുണ്ട്. വരുന്ന സമയങ്ങളിൽ ഇനി അതിനെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. സെഡിനെ കൂടി നമുക്കൊന്ന് കാണണ്ടേണ്ട എന്തായാലും. അപ്പോൾ 2y ഞാൻ കോൺസ്റ്റൻ്റ് ആക്കി പുറത്ത് എഴുതി. 2y നമ്മൾ വിത്ത് റെസ്പെക്ട് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നില്ല. വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ആർ നോട്ട് ഡിഫറൻഷ്യേറ്റ്, വി ആർ ട്രീറ്റിംഗ് വൈ ആസ് എ കോൺസ്റ്റൻറ്റ് ഇയർ, ആബ്സല്യൂട്ട് കോൺസ്റ്റൻറ്റ്, വൈ ഈസ് എ കോൺസ്റ്റൻറ്റ്. എന്നിട്ട് ഡോ ബൈ ഡോ എക്സ്, ഇവിടെ ഇനിയിപ്പോൾ എന്താ ബാക്കിയില്ലും, ഇവിടെ എക്സിൻ്റെ ടേം ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ 1 ഇങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താവും, ഡോ ബൈ ഡോ എക്സ്, അതായത് ഒരു ഡെറിവേറ്റീവ് ഓഫ് എ ജസ്റ്റ് എ കോൺസ്റ്റൻറ്റ് മാത്രം എന്താണ്, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 0. പെർഫെക്റ്റ്. അപ്പോൾ ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയിപ്പോൾ. അതായത് 2y ഇൻറ്റു ഇവിടെ ഒരു 0 വന്നല്ലോ, പോയി. ഈ ടേം ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ആയിപ്പോയി. അടുത്തത് 4 ഇൻറ്റു, ഇനി ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ടല്ലോ, പ്രശ്നമില്ല. ഇവിടെ വൈൻ്റെ ടേം ഉണ്ടോ, ഇല്ല, പ്രശ്നമില്ല. അപ്പോൾ വി ആർ ഓക്കെ, ഫൈൻ വിത്ത് ദാറ്റ്. 4നെ പുറത്തെടുത്ത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ഒരു ഫംഗ്ഷൻ എക്സ്. ഓക്കെ, അപ്പോൾ ഡോ ബൈ ഡോ എക്സ്, അതായത് നിങ്ങൾ ജസ്റ്റ് എന്താണ് ഇത് കാണുമ്പോൾ ഇത് വേറെ എന്തോ രീതിയിൽ ഡിഫറൻഷ്യേറ്റ് അങ്ങനെയൊന്നും ഇല്ല. എന്താണ് നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ നിങ്ങൾ ആ ഡോ ബൈ ഡോ എക്സ് കാണുമ്പോൾ ഒരു സുഖമില്ല, ജസ്റ്റ് മൈൻഡിൽ വെറുതെ ഒന്ന് ഇങ്ങനെ ഡോ ബൈ ഡോ എന്ന് കാണുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല, മൈൻഡിൽ ജസ്റ്റ് വെറുതെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്തായിരിക്കും, 1. അതന്നെ ഞാൻ ഇവിടെ എഴുതിയില്ല. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണെങ്കിലോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി 0. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് ആണെങ്കിലോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി 3x². ഇനി ഡി ബൈ ഡി വൈ ഓഫ് y⁵ ആണെങ്കിലോ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി 5y⁴. അതുപോലെ ജസ്റ്റ് കൺസിഡർ ചെയ്തോ, അത് വേറെ ഡിഫറൻസിയേഷൻ എടുക്കുന്നതിലൊന്നും ഒരു ഡിഫറൻസും ഇല്ല. ഇത് വേറെന്തോ രീതിയിലാണ് ഡെറിവേറ്റീവ്, അങ്ങനെയൊന്നുമല്ല. നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണ് ഡെറിവേറ്റീവ് എടുത്ത് പഠിച്ചിരുന്നത് അതേപോലെ തന്നെ ഡോ ബൈ ഡോ എക്സ് ഓഫ് ജസ്റ്റ് ആ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം മാറിയെന്ന് മാത്രമല്ല, പക്ഷേ എന്താണ് ആ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് മെത്തേഡ് സെയിം ആണ്. സോ എന്താ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ് ബേസിക്കലി വരിക. സോ ഇവിടെ എന്തുണ്ട്, 2y² ഉണ്ട് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ക്യൂബ്. അപ്പോൾ നമ്മൾ എന്തെടുക്കുക, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x². എന്താണ് ഡെറിവേറ്റീവ് എടുക്കേണ്ട സെയിം മെത്തേഡ് തന്നെ, എന്താണ് പവർ റൂൾ തന്നെ. 3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്. അപ്പോൾ എന്താ അല്ല 3 താഴെ വന്ന് പവർ താഴെ വന്ന് പിന്നെ x⁻⁴ എന്താണ് n-1 പവർ ഒന്ന് പറഞ്ഞു 3 - 1 2. അപ്പോൾ 3x². അപ്പോൾ 2y ഇൻറ്റു 3x². നമുക്ക് ഈ 2ഉം 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6 കിട്ടുമല്ലോ, 6 കിട്ടും. പിന്നെ x² y² ഒരുമിച്ച് എഴുതി പ്ലസ് 2y ഇൻറ്റു ഇവിടെ എന്താ വന്നത് 0. ഈ സാധനം ഞാൻ പറയാം ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 0 ആയിപ്പോയി. അപ്പോൾ ഈ കംപ്ലീറ്റ് ടേം പോയി 0. അടുത്തത് 4 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു ഈ സാധനം 1. സോ 4 ഇൻറ്റു 1 1 അല്ല സോറി 4 ഇൻറ്റു 4 അല്ല 4 ഇൻറ്റു 1 എന്ന് പറയുന്നത് 4 ബേസിക്കലി വരും. അടുത്ത 6 ഇൻറ്റു x² y², 6 ഇൻറ്റു x² y² പ്ലസ് 0. അപ്പോൾ ഇത് എഴുതണ്ട, പ്ലസ് 4 6x² y² പ്ലസ് 4. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ ഫോർ എന്താണ് ഡോ ബൈ ഡോ എക്സ്. അല്ലെങ്കിൽ എഫ് എക്സ്, അതായത് എന്താ പറയുക എഫ് എക്സ് ഓഫ് എഫ് എന്താണ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ഫംഗ്ഷൻ. അല്ല എന്താണ് നമുക്ക് കിട്ടിയ ഡെറിവേറ്റീവാണ്, പാർഷ്യൽ ഡെറിവേറ്റീവാണ് ഇത് ബേസിക്കലി. അത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ നമുക്കൊരു സാധനം കൂടി കണ്ടുപിടിക്കാനുണ്ട്. എഫ് എക്സ് സെറ്റ്, അതായത് 1 3 ഒരു പോയിന്റ് കൂടെ തന്നിട്ടുണ്ട്. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്താണ് 1,3. എന്ത് ചെയ്ത് കൊടുത്താൽ മതി, എവിടെയെങ്കിലും എക്സ് കാണുന്നുണ്ട് അവിടെയെല്ലാം 1 കൊടുക്കുക, എവിടെയെല്ലാം വൈ കാണുന്നുണ്ട് അവിടെയെല്ലാം 3 കൊടുക്കുക. അപ്പോൾ 3 ഇൻറ്റു 6 ഇൻറ്റു x² 1² ഇൻറ്റു y² എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ, വൈൻ്റെ സ്ഥാനത്ത് 3 അതിൻ്റെ സ്ക്വയർ പ്ലസ് 4 ഓൾറെഡി ഉണ്ട്, ഇവിടെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇസ് ജസ്റ്റ് എ നമ്പർ. 6 ഇൻറ്റു 1² 1 ഇൻറ്റു 3² 9. 6 ഇൻറ്റു 1 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 9 എത്ര 54 പ്ലസ് 4. അപ്പോൾ എന്താ 54 പ്ലസ് 4 58. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി എന്താണ് ഞാൻ വളരെ മെല്ലനെ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നില്ലോ, ഞാൻ അത്ര തിരക്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു ഫണ്ടമെൻ്റൽ ഐഡിയ ആണ്. ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിൽ നോട്ട് ബി എന്താണ് ഈസി ടു മാസ്റ്റർ. സോ അടുത്തത് എഫ് ഓഫ് വൈ, എഫ് ഇൻ ടേംസ് ഓഫ് വൈ ഓഫ് എഫ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് ദിസ് ഈസ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ഡോ ബൈ ഡോ വൈ ആണ് ബേസിക്കലി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് അതേ ഫംഗ്ഷൻ തന്നെ, ഫംഗ്ഷൻ വ്യത്യാസമില്ല, ഇതേ ഫംഗ്ഷൻ്റെ പക്ഷേ നമ്മളിപ്പോൾ വൈൻ്റെ ടേംസിലാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇനി ഈ കേസിൽ ഞാൻ ഫംഗ്ഷൻ വേണ്ടിക്കൽ ഈ ഒരു കോർണറായിട്ട് വീണ്ടും എഴുതാം. ഫംഗ്ഷൻ എന്തായിരുന്നു 2x³ y² പ്ലസ് 2y പ്ലസ് 4x. ഇവിടെ ഇപ്പോൾ എന്താണ്, ഇവിടെ എന്താ വ്യത്യാസം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ കോൺസ്റ്റൻസ് എന്താ, വൈൻ്റെ ടേംസിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്, വൈൻ്റെ ബാക്കി എല്ലാ ടേംസും വേരിയബിൾസ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ y² ഇസ് അണ്ടർ കൺസിഡറേഷൻ ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് ദ ഡെറിവേറ്റീവ് വിത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y. സോ അങ്ങനെ വരുന്ന ടൈമിൽ എന്താണ് ആ 2x³ എന്നുള്ളത് എന്തായിട്ട് മാറും, ഈ പറയുന്ന
കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. സോ എഴുതുന്ന ടൈമിൽ 2x³ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ. ഞാൻ പറഞ്ഞ എന്തോ മാറിപ്പോയ പോലെ. ഓക്കെ, പ്രൊണൗൺസിയേഷൻസ് കറക്റ്റ്. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇവിടെ വൈൻ്റെ ടേം ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ അപ്പോൾ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണം, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അതായത് 2 ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ. നമ്മളിപ്പോൾ ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എടുത്തില്ല, അതേപോലെ ഡോ ബൈ ഡോ വൈ ഓഫ് വൈ. ഇതെന്തായാലും ബേസിക്കലി 1 വരും. വിനോ ഡി ബൈ ഡി വൈ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 1. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഡി ബൈ ഡി വൈ അതെന്തായാലും ഇതിങ്ങനെ കട്ടായി പോകുന്ന എന്താണ് ഡി വൈ ബൈ ഡി വൈ എന്ന് പറയുന്നത് 1 ആണ്. അത് അങ്ങനെയെങ്കിലും ആലോചിച്ചാൽ അതാണ്. ഇനി ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ഇത് ഒരേ ടേംസ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പോവും, കട്ടായി പോയി 1. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ 2 ഇൻറ്റു ഡോ ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഇത് ബേസിക്കലി 1 വരും. പ്ലസ് ഇവിടെ എന്തുണ്ട്, ഇവിടെ 4x ടേംസ് മാത്രമല്ല. ഇവിടെ എന്താണ് സംഭവിച്ച പ്രശ്നം അത് തന്നെ കൂടി സംഭവിക്കും. അപ്പോൾ ഈ 4x നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഇവിടെ എന്തില്ല, ഇതാ ഈ എക്സിൻ്റെ കൂടെ വൈൻ്റെ ടേം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് അവിടെ വൈൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ടില്ല, വൈൻ്റെ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ 1 ആണ് ബേസിക്കലി പൊതുവെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് 1 എഴുതുക. എന്താണ് ബേസിക്കലി കാരണം അപ്പോൾ ഇവിടെ വൈൻ്റെ ടേം ഇല്ല. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഡോ ബൈ ഡോ വൈ ഓഫ് ഒരു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ബിക്കം 0. അപ്പോൾ ഈ കംപ്ലീറ്റ് ടേം എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. സോ 2x³ ഇൻറ്റു എന്താണ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2y നോർമൽ ഡിഫറൻസിയേഷൻ പ്ലസ് 2 ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്ന് പറയുന്നത് 1. സോ 2 ഇൻറ്റു 1. ഓക്കെ, പ്ലസ് 4x ഇൻറ്റു ഡോ ബൈ ഡോ വൈ 1 എന്ന് പറയുന്നത് ബൂം ഇത് 0. അപ്പോൾ ഈ കംപ്ലീറ്റ് ടേം 0 ആയിപ്പോയി. ഓക്കെ, ബൈ ഗുഡ് ബൈ. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4x³ പിന്നെ y പ്ലസ് 2 പ്ലസ് 0. സോ 4x³ y പ്ലസ് 2. അതാണ് ബേസിക്കലി എഫ് ഓഫ് വൈ. ദിസ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൊതുവെ എഴുതാറ്. എഫ് ഓഫ് വൈ എന്തിൻ്റെ ഇതിൽ കണ്ടുപിടിക്കണം, 1 3 എന്ന് പറയുന്ന സെയിം പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. സോ ഡോ ബൈ ഡോ വൈ ഓഫ് 1,3 ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ നൊട്ടേഷനിൽ സിമ്പിൾ എഴുതാറ്. ഇങ്ങനെയാണ് ബേസിക്കലി എഴുതുക. അപ്പോൾ ഏടിയെല്ലാം വൈ എക്സ് കാണുന്നുണ്ട് അവിടെയെല്ലാം 1 കൊടുക്കുക, ഏടിയെല്ലാം വൈ കാണുന്നുണ്ടോ അവിടെയെല്ലാം 3 കൊടുക്കുക. 4 ഇൻറ്റു x³ എന്ന് പറയുമ്പോൾ 1³ ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ 3 പ്ലസ് 2. അപ്പോൾ 4 ഇൻറ്റു 1 1³ എന്ന് പറയുന്നത് 1 തന്നെ. 4 ഇൻറ്റു 1 ഇൻറ്റു 3 പ്ലസ് 2. 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 3 12 പ്ലസ് 2 14. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇങ്ങനെയാണ് ബേസിക്കലി ചെയ്യുക. ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, സോ നമുക്കിനി എന്ത് ചെയ്യാം, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദിസ് ഈസ് ഗോയിങ് ടു ബി ലിറ്റിൽ മോർ ട്രിക്കർ ക്വസ്റ്റ്യൻ. കാരണം ഇവിടെ എന്ത് ഏരി വരുന്നുണ്ട്, ഇവിടെ ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യനിൽ അതായത് ഒരു ഫംഗ്ഷൻ z is equal to x raised to 4 into sin x y³. This question why this is a little more trickier because ഇവിടെ 2 ഫംഗ്ഷൻസിൻ്റെ അതായത് 2 ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ്. ഇത് ഈ എക്സ് റേസ്ഡ് 4 എന്ന് പറയുന്ന ഒരു ആൽജിബ്രൈക് ഫംഗ്ഷനും സൈൻ എന്ന് പറയുന്ന ബേസിക്കലി ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. സോ 2 ഫംഗ്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷനോടെ വരുന്നുണ്ട്. നമ്മൾ പൊതുവെ പഠിച്ചത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഏത് പ്രൊഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇവിടെ എന്താണ് ഏത് കൺസിഡർ ചെയ്യാം. ഇത് ഫസ്റ്റ് ആയിട്ട് ഇത് സെക്കൻഡ് ആയിട്ട് എടുത്താലും പ്രശ്നമില്ല. ഇവിടെ വരുന്ന പ്രശ്നം വരുന്നത് ഇൻ്റഗ്രേഷനിൽ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് റൂളൊക്കെ യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അതൊന്നും പഠിക്കുന്നില്ല, ഞാൻ പറഞ്ഞില്ലാതെ. അവിടെ ആയിരുന്നു ഈ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുന്നതിലൊരു ഡിസിഷൻ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ അത് പ്രശ്നമില്ല. ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ഏതെടുത്താലും പ്രശ്നമില്ല, സെയിം റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചായിരുന്നു മറ്റേ പ്രൊഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റിനെ സോൾവ് ചെയ്യണം. അത് മാത്രമല്ല ഈ ഒരു ടേമിൽ എന്തുണ്ട്, ഇവിടെ മറ്റേ നമ്മൾ എന്തെങ്കിലും പറയാം, നമ്മൾ ഞാൻ പേര് പറഞ്ഞത് അതായത് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. കാരണം ഇവിടെ സൈനിൻ്റെ ഉള്ളിൽ 2 ഫങ്ഷൻസ് ഉണ്ട്. 2 ഫങ്ഷൻസ് മാത്രമല്ല, ഇപ്പോൾ സൈൻ എക്സ് ആയിരുന്ന പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ സൈൻ എക്സ് സ്ക്വയർ ആണെങ്കിലോ, അല്ലെങ്കിൽ സൈൻ ഓഫ് എക്സ് വൈ എന്നൊക്കെ ആണെങ്കിലോ, അല്ലെങ്കിൽ ഇതിലില്ല പോലെ സൈൻ എക്സ് വൈ ക്യൂബ് ഒക്കെ ആണെങ്കിലോ ഇവിടെ ചെയിൻ റൂൾ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ യൂസ് ചെയ്യണം, അതേപോലെ ഈ ഒരു സൈനിൻ്റെ കേസിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയിൻ റൂൾ യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ലെങ്തിയർ ആവുന്നത്. ഇതാ ഇവിടുത്തെ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. സോ ഇത് ചെയ്ത് നോക്കാം എന്തായാലും. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഡോ ബൈ ഡോ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ്, പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ്. അതായത് ആദ്യം എക്സിൻ്റെ ടേംസ് കണ്ടുപിടിക്കും, പിന്നെ വൈൻ്റെ ടേംസിൽ വിത്ത് റെസ്പെക്റ്റ് കണ്ടുപിടിക്കും. സോ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനും എൻ്റെ ഇഷ്ടം, ഇറ്റ്സ് ജസ്റ്റ് മൈ ചോയ്സ്. അത് നിങ്ങൾക്ക് എന്താണ് ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് എടുത്താലൊന്നും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്തായാലും. ഓക്കെ,
സോ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ആദ്യം പ്രോഡക്റ്റ് റൂൾ വെറുതെ ഒന്ന് എഴുതുക. അതായത് ഇവിടെ നിങ്ങൾ ചെയിൻ റൂളൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാൻ നിൽക്കേണ്ട. ഫസ്റ്റ് എന്താണ്, ആദ്യം പ്രോഡക്റ്റ് റൂൾ ആദ്യം മര്യാദയ്ക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചെയിൻ റൂളും ബാക്കി കാര്യങ്ങളിലും ചെയിൻ റൂളിന് ശേഷം നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവിലേക്ക് ആദ്യം പിന്നെ കിടക്കാം. അപ്പോൾ ഫസ്റ്റ് അതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ തന്നെ പറ്റും. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ പറയുന്ന അത് വളരെ ബേസിക് ആയിട്ടായ പ്രോഡക്റ്റ് റൂൾ അതിൽ തന്നെ ഫോമിൽ എഴുതുക, എന്നിട്ട് ചെയിൻ റൂൾ യൂസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ട് പിന്നെ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവിൽ ഓരോന്നിനെ നോക്കിയിട്ട് എടുക്കാം. സോ അത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞാൻ പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പോൾ സ്റ്റെപ്പ് വൺ പ്രോഡക്റ്റ് റൂൾ. സ്റ്റെപ്പ് 1 ഈസ് ഗോയിങ് ടു ബി പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് റേസ്ഡ് 4 ഇൻറ്റു എന്താണ് ഡോ ബൈ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് വൈ ക്യൂബ്. ഓക്കെ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ആണല്ലോ. ഇതിപ്പോൾ പ്രോഡക്റ്റ് റൂളായി. ഇനി സ്റ്റെപ്പ് ടു നമുക്ക് സിസ്റ്റമാറ്റിക് തന്നെ ഉണ്ട്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ചെയിൻ റൂൾ. ആ സൈനിൻ്റെ കേസിൽ നമ്മൾ എന്ത് എടുക്കണം, ചെയിൻ റൂൾ എടുക്കണം. സോ എക്സ് റേസ്ഡ് 4 ഇൻറ്റു ചെയിൻ റൂൾ എടുക്കും. ഞാൻ പണ്ട് പൊതുവെ എന്താണ്, ഞാൻ ഒരിക്കൽ യൂട്യൂബിലൊരു ക്ലാസ് കാണുമ്പോൾ സൈലത്തിലൊരു സാർ ഉണ്ടായിരുന്നു, സാറിൻ്റെ പേര് എന്നോട് മറന്നുപോയി. സാറ് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, ചെയിൻ റൂൾ എടുക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ തുടങ്ങുന്ന എന്ത് ചെയ്യുക, ഒരു ആറോ ഇങ്ങനെ വരക്കുക. ആറോ വരച്ചിട്ട് ആദ്യം ഈ നമ്മൾ ആറോ ഇങ്ങനെ പോയി ലാസ്റ്റ് ഏത് ഫംഗ്ഷനിലാണോ ഫസ്റ്റ് ആറോ തട്ടുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എൻ്റെ ആറോ ഇങ്ങനെ പോയി ലാസ്റ്റ് സൈനിലാണ് ഫസ്റ്റ് തട്ടുന്നത്. അപ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താ, വേറെ സൈൻ എക്സ് മാത്രമായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ മാത്രമായിരുന്നെങ്കിൽ എന്തായിരുന്നു ആൻസർ വരെ, കോസ് എക്സ് അല്ലേ. സോ കോസ് തന്നെ, പക്ഷേങ്കിൽ ഇവിടെ എക്സ് വൈ ക്യൂബ് എന്നുള്ളതുകൊണ്ട് എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഇനിയാണ് അപ്പോൾ ഇവിടെ എന്താണ്, എൻ്റെ ഫംഗ്ഷൻ സ്റ്റോപ്പ് ആവുന്നില്ല, ഇതിവിടെ തട്ടി. ഇനി ഉള്ളു പോയി ലാസ്റ്റ് ഇവിടെ തട്ടി, ഇതിൻ്റെ ഉള്ളിൽ തട്ടി. അപ്പോൾ ഇനി എന്തിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ ക്യൂബിന് ഡെറിവേറ്റീവ് എടുക്കണം. ഞാൻ പറഞ്ഞത് എന്താണ്, ഇവിടെയും പ്രശ്നമില്ല. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ ആദ്യം യൂസ് ചെയ്ത് പിന്നെ ചെയിൻ റൂൾ യൂസ് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യണം. ഇനി ഈ കേസിലാണ് നമ്മൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ ക്യൂബ് എന്ന് പറയുമ്പോൾ നൗ വി ഹാവ് ടു യൂസ്. ഇനി ഞാൻ പറയുന്ന പോലെ സ്റ്റെപ്പ് നമ്പർ 3 എന്താ, ഈസ് കോൾഡ് യൂസിങ് ദ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഇവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പാർഷ്യൽ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഇടും. ഓക്കെ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ തന്നെ സൈൻ എക്സ് വൈ ക്യൂബ്. ഇവിടെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടിയിരുന്നില്ല. ഇവിടെയായിരുന്നു ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടിയിരുന്നത്. പ്രശ്നമില്ല, ഇവിടെ പ്രശ്നമില്ല. സൈൻ എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഇവിടെ എന്താ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് റേസ്ഡ് 4 എന്ന് പറയുമ്പോൾ എക്സ് റേസ്ഡ് 4ന് ഡെറിവേറ്റീവ് എടുക്കുക 4x ക്യൂബ്. യെസ്, ഇവിടെ വലിയ പ്രശ്നമില്ലാണ്ട് എന്താണ്, രണ്ട് ഫംഗ്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ എക്സ് റേസ്ഡ് 4 ഇൻറ്റു കോസ് എക്സ് വൈ സ്ക്വയർ ചെയ്ത് എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഈ കേസിൽ നമ്മൾ എന്താണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ പറഞ്ഞത് നമ്മൾ ഡോ ബൈ ഡോ എക്സിൻ്റെ കേസിലെ കൺസിഡർ ചെയ്യുന്നതിൽ വിത്ത് റെസ്പെക്ട് ടു എക്സാണ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ എക്സിൻ്റെ ടേമിലുള്ള ഫംഗ്ഷനില്ലാത്ത ആ ഒരു പവറിൽ വരാത്ത സാധനം ബാക്കിയൊക്കെ എന്താണ്, ഇതിപ്പോൾ എക്സ് റേസ്ഡ് 1 പവറിലായില്ലത്. അതല്ലാത്ത ബാക്കി എല്ലാ നമ്പേഴ്സായാലും വേരിയബിൾസ് ആയാലും ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ വൈ ക്യൂബിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു നമ്പർ പോലെ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഡെറിവേറ്റീവിനെ പുറത്തെടുത്ത്. സോ ഇവിടുത്തെ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ എന്താണ്, സിമ്പിളായിട്ട് ഇങ്ങനെ പാർഷ്യൽ ഡെറിവേറ്റീവിനെ ഞാൻ പറയാം ഇങ്ങനെ, ഇഫ് ഹൗ വുഡ് ഐ ഡിഫൈൻ ഇറ്റ്, യു കൺസിഡർ ദിസ് വൈ ക്യൂബ് ഓർ അനദർ ഫംഗ്ഷൻ അതർ ദാൻ എക്സ്, ഇറ്റ് ഈസ് ലൈക്ക് എ നമ്പർ. ഈ നമ്പറിനെ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവിനെ പുറത്തെടുക്കുക. എന്താണ് വൈ ക്യൂബ്, ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷനാണ്. പക്ഷേങ്കിൽ ഞാൻ എന്നെ തൽക്കാലത്തേക്ക് എൻ്റെ ഒരു കൺവീനിയൻസ് ഒരു മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, ഇതിനെ വെറുതെ ഒരു നമ്പർ പോലെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ നമ്മളിപ്പോൾ ഒരു 5x ഒക്കെ ആണെങ്കിലോ ആ 5 നമ്മൾ ഡെറിവേറ്റീവിൻ്റെ പുറത്തല്ല എടുക്കുക. സോ ഞാൻ ആ നമ്പർ ആണെന്ന് വിചാരിച്ചിട്ട് എന്താണ് ഞാൻ ഇതിൻ്റെ പുറത്തെടുത്തത്. അതാണ് ആ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ സൗന്ദര്യം. ഐ കൺസിഡറിങ് ദിസ് ആസ് എ നമ്പർ കോൺസ്റ്റൻറ്റ് ആൻഡ് ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ഔട്ട് സൈഡ്. സോ വൈ ക്യൂബ് ഇൻറ്റു ഡോ ബൈ ഡോക്സ് ഓഫ് എക്സ്. യെസ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, ഡോ ബൈ ഡോക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ് ബേസിക്കലി. സോ എക്സ് റേസ്ഡ് 4 ഇൻറ്റു കോസ് എക്സ് വൈ ക്യൂബ്. ഇതെന്താ എന്നോട് സ്ക്വയർ ചെയ്തിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൽ മിസ്റ്റേക്ക് പറ്റുന്നതാണ്. എക്സ് റേസ്ഡ് 4 ഇൻറ്റു കോസ് എക്സ് വൈ ക്യൂബ് ഇൻറ്റു വൈ ക്യൂബ് ഇൻറ്റു ഡോ ബൈ ഡോക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് ഇവിടെ എന്തെങ്കിലും മാറ്റമുണ്ട്, ഇവിടെ ഒരു മാറ്റമില്ല. ഞാൻ ഈ രണ്ടാമത് എഴുതിയതിൻ്റെ ഫസ്റ്റ് എഴുതിയതിൻ്റെ സെക്കൻഡ് എഴുതി, അത്രയേ ഉള്ളൂ. ഒരു ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് 4x ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് വൈ ക്യൂബ്. ഫൈനൽ ആൻസർ ആയല്ലോ. ഇനി ഇതെല്ലാം എന്താണ്, ഈ ആൽജിബ്രൈക് ടേംസ് എല്ലാം ഒരുമിച്ചിട്ട് ട്രിഗ്നോമെട്രിക് ടേംസ് എല്ലാം വേറൊരു സൈഡിൽ എന്താണ്, അതായത് എൻ്റെ ടീം എൻ്റെ സൈഡിൽ മറ്റേ ടീമും മറ്റേ സൈഡിൽ അങ്ങനെ ആക്കിക്കോളാം. അങ്ങനെ ആകുമ്പോൾ എന്താണ് ഒരു സന്തോഷമാവും. അതായത് ആൽജിബ്രയിലെല്ലാം വരുന്ന എല്ലാം ഒരു സൈഡിൽ ആക്കി അതിൻ്റെ തൊട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ട്രിഗ്നോമെട്രീൻ്റെ ടേംസ്. സോ
എന്താണ് എക്സ് റേസ്റ്റ് 4 ഇൻറ്റു ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു വൈ ക്യൂബിനെ ഇങ്ങോട്ടേക്ക് എടുത്ത് അത് ജസ്റ്റ് റീഅറേഞ്ച് എക്സ് റേസ്റ്റ് 4 ഇൻറ്റു വൈ ക്യൂബ് ഇൻറ്റു വണ്ണിനെ കൊണ്ട് ബേസിക്കലി മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ കിട്ടും കോസ് എക്സ് വൈ ക്യൂബ് പ്ലസ് 4x ക്യൂബ് ഇൻറ്റു സൈൻ എക്സ് വൈ ക്യൂബ്. യെസ്, ദിസ് ഈസ് ഗോയിങ് ടു ബി ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ്. ബ്യൂട്ടിഫുൾ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്. ഇതിൻ്റെ ഒരു ബി ക്വസ്റ്റ്യൻ ആയി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ് ആണ്. വീണ്ടും എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ 3 സ്റ്റെപ്പുകൾ. സ്റ്റെപ്പ് 1 പ്രൊഡക്റ്റ് റൂള്. സോ എക്സ് റൈസ്ഡ് 4 ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ്, അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് എന്താ പറയുന്നത്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. യെസ്, അപ്പോൾ ഞാനിവിടെ ഇവിടെ സ്റ്റെപ്പ് കുറച്ചിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് എന്താണ് ഈ സാധനം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് കുറച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എക്സ് റൈസ്ഡ് 4 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ എക്സ് വൈ ക്യൂബ് പ്ലസ് സൈൻ എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് റൈസ്ഡ് 4 എന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ എന്തുകൊണ്ടായിരിക്കും ഡോ ബൈ ഡോ വൈ 1 എന്ന് എഴുതാൻ കാരണം എന്താണ്, ഇവിടെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ എക്സ് റൈസ്ഡ് 4 ടേമിൽ വൈ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിന് അപ്പോൾ എക്സ് റൈസ്ഡ് 4 ജസ്റ്റ് ഒറ്റയ്ക്കൊരു നമ്പർ മാത്രമാണ്. ഇതൊരു ജസ്റ്റ് ഒരു 5 അല്ലെങ്കിൽ 4 ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡോ ബൈ ഡോ ജസ്റ്റ് ആ ഒരു നമ്പർ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ എന്തായി ഇപ്പോൾ അത് 0 ആയി പോകും. അതേ കോൺസെപ്റ്റാണ് ഞാൻ പിന്നെ കുറച്ചും കൂടി ഒരു മാത്തമാറ്റിക്കിൻ്റെ ഒരു രീതി പറയുകയാണെങ്കിൽ എക്സ് റൈസ്ഡ് 4 പുറത്തെടുത്ത് അതിനെ കോൺസ്റ്റൻ്റ് ആക്കി പുറത്തെടുത്ത് ഡോ ബൈ ഡോ ഓഫ് 1 നമ്മൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, കാരണം വൈൻ്റെ ടേം അവിടെ ബേസിക്കലി ഇല്ല. അപ്പോൾ ഈ ടേം എന്തായിട്ട് പറയും, ഇത് ഇവിടെ 0 ആയി. ഇപ്പം എക്സ് റൈസ്ഡ് 4 ഇൻറ്റു 0, ദിസ് ടേം വിൽ ബിക്കം 0. സോ എക്സ് റൈസ്ഡ് 4 ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ എക്സ് വൈ ക്യൂബ്. ഇവിടെ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നതിന് മുമ്പ് സ്റ്റെപ്പ് 2 ചെയ്യണം, ചെയിൻ റൂൾ. സോ ഞാൻ പറഞ്ഞ പോലെ വീണ്ടും ആരോ ഇങ്ങനെ പോയി ഫസ്റ്റ് തട്ടിയത് സൈനിൽ. അപ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. സോ കോസ് ഓഫ് ഇവിടെ ഇല്ല ടേം എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഞാൻ ഇവിടെ ഒരു സ്റ്റെപ്പ് ഞാൻ മുക്കിയിട്ടുണ്ട്, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇതിൻ്റെ സാധനം എടുക്കണ്ടേ എക്സ് വൈ ക്യൂബ്. ഇവിടെ എന്ത് ചെയ്യുക, ഡോ ബൈ ഡോ വൈ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ വൈൻ്റെ ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. എക്സിനൊക്കെ അതിൻ്റെ വൈൻ്റെ അല്ലാത്ത ബാക്കി എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റൻ്റ് ആക്കി കൺസിഡർ ചെയ്തിട്ട് ഇതിനിപ്പോൾ ഒരു എക്സിന് ഒരു നമ്പർ പോലെ കൺസിഡർ ചെയ്ത് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡെറിവേറ്റീവിന് പുറത്തെടുക്കുക. സോ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യൂബ്. ഇതാ ഡോ ബൈ ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യൂബ്. ഇത് എത്രയാണ് അത് വരിക, 3y² വരും. പ്ലസ് സൈൻ എക്സ് വൈ ക്യൂബ് ഇൻറ്റു ഈ ടേം ആക്ച്വലി ഇപ്പോൾ ഫുള്ള് കട്ടായിപ്പോൾ എന്താ ഇൻറ്റു സൈൻ എക്സ് വൈ ക്യൂബിന് എക്സ് റൈസ്ഡ് 4 ഇൻറ്റു ഇവിടെ ഒരു 0 അല്ല, കാരണം എന്താ ഡോ ബൈ ഡോ വൈ ഓഫ് 1 0 ആയിപ്പോയി. സോ ഈ കംപ്ലീറ്റ് ഇത് ഇത് 0 എക്സ് റൈസ്ഡ് 4 ഇൻറ്റു 0 ഇൻറ്റു സാധനം 0 ഫുൾ ടേം പോയി കിട്ടി. മുട്ട കിട്ടും 0 ഔട്ട് ഓഫ് 0. യെസ്, മുട്ട കിട്ടി ഗൈസ്. അപ്പോൾ എക്സ് റൈസ്ഡ് 4 ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഞാൻ പറഞ്ഞ പോലെ എക്സ് വൈ ക്യൂബ് ചെയ്യുന്ന സമയത്ത് എക്സിന് ഡെറിവേറ്റീവിൻ്റെ പുറത്ത് ബിക്കോസ് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ട്രീറ്റഡ് ആസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ക്യൂബ്. സോ എക്സ് ഇൻറ്റു ഈ ഡോ വൈ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു വൈ 3y². ഓക്കെ, സോ ഈ എക്സ് റൈസ്ഡ് 4 ഇൻറ്റു ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ ഇൻറ്റു കോസ് എക്സ് വൈ ക്യൂ. ഇത് ജസ്റ്റ് ഫസ്റ്റ് ടേം മാത്രമായിട്ടില്ല നമ്മുടെ പ്രൊഡക്റ്റ് റൂളിൻ്റെ. സെക്കൻഡ് ടേം അവിടെ എന്താണ് 0 ആയി, മൊത്തം 0 ആയി. വാവും, അയാൾ അടിച്ചുപോയി, അയാളുടെ കാര്യം ഫിനിഷ്. അപ്പോൾ എക്സ് റൈസ്ഡ് 4 ഇൻറ്റു ഇവിടെ ഒരു എക്സ് ഉണ്ട്, അതായത് എ റൈസ്ഡ് എം ഇൻറ്റു എ റൈസ്ഡ് എൻ ഇസ് ഈക്വൽ ടു എ റൈസ്ഡ് എം പ്ലസ് എൻ. ഞാൻ പണ്ട് മുതലേ ഞാൻ എഴുതി വരുന്നൊരു ഫോർമുല ഏത്, if the base is same we can add the powers if it is a multiplication. So x raised to 4 into x എന്ന് പറയുമ്പോൾ x raised to 1 is equal to x raised to 4 plus 1 equal to x raised to 5. So x raised to 5 ഈ 3 ഞാൻ ഇവിടെ എഴുതി 3x raised to 5 into y² into cos x y cube. Yes, final answer. ഡോ ബൈ ഡോ വൈ ഓഫ് എന്താണ് z is equal to 3x raised to 5 into y² into cos x y cube. Yes. അപ്പോൾ ഞാനൊരു 3 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇനി അടുത്ത ടോപ്പിക്കിൽ അടുത്ത ടൈപ്പ് 7 ക്വസ്റ്റ്യൻസും കൂടി ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രം ഞാൻ കാണിക്കുന്നുണ്ടാവും. അതും കഴിഞ്ഞിട്ട് വി ക്യാൻ എൻഡ് ദിസ് വീഡിയോ. അടുത്ത നമുക്ക് ഒരു 3 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. ഞാൻ വളരെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രൊഡക്റ്റ് റൂളും ചെയിൻ റൂളും പാർഷ്യൽ ഡെറിവേറ്റീവ് എല്ലാ സകല കോംപ്ലിക്കേഷനും വന്നില്ല ക്വസ്റ്റ്യന് മാക്സിമം ടൈം എടുത്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇത് പക്ഷേ എന്നാലും എത്ര ആൾക്കാർക്ക് ഫുള്ളായിട്ട് മനസ്സിലായിട്ട് ഉണ്ടാവുന്നില്ലൊരു ഞാൻ അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ല. കാരണം
എന്താണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം പഠിക്കുമ്പോൾ എന്താണ് അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും നമ്മൾ എന്താണ് മെല്ലെ മെല്ലെ അത് റെഡി ആയിക്കോളും. കുറച്ച് ഇങ്ങനത്തെ നോർമലായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ച് എന്താണ് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് ഒന്നും കൂടി ഒന്ന് വന്നു കഴിഞ്ഞാൽ റെഡി ആവേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഓക്കെ ബൈ ആഫ്റ്റർ പ്രാക്ടീസിങ് എ ലിറ്റിൽ ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ഫോർമാറ്റ്. അപ്പം ഇനി എന്താണ് ഇല്ലയിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 6 മാർക്കിന് മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യനായത്. എന്താണ് 3 മാർക്കിനൊന്നും ഇത് ചോദിക്കാനാവില്ല. നല്ല ലെങ്തി ക്വസ്റ്റ്യനായത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 6 മാർക്ക് 10 മാർക്കിനൊന്നും ഇല്ല, പക്ഷേങ്കിൽ 6 മാർക്കിനുണ്ട്. 6 മാർക്കിനുള്ള വകുപ്പുണ്ട്. Z is equal to 9x² y minus 3x raised to 5y. ഇത് കോമഡി ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് ഗോയിങ് ടു ബി എ വെരി സിമ്പിൾ വൺ. ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് കണ്ടുപിടിക്കണം. സോ ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ എക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടില്ല. സോ എക്സ് എക്സിൻ്റെ ടേംസിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് എടുക്കുക, ബാക്കി എല്ലാത്തിനും കോൺസ്റ്റൻ്റ് ആയിട്ട് ഡെറിവേറ്റീവിന് പുറത്ത് ചെയ്ത്. 9ഉം വൈയും കോൺസ്റ്റൻസ് ആണ്. 9ഉം വൈയും എന്താണ് നമ്മൾ ഡെറിവേറ്റീവിന് പുറത്തെടുത്ത് ഡോ ബൈ ഡോ എക്സ് ഓഫ് x² മൈനസ് ഇവിടെ 3ഉം വൈയും കോൺസ്റ്റൻ്റ് ആണ്. എന്താണ് അതിനെ പുറത്തെടുത്ത് 3y ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് x raised to 5. ഇനി ഈ രണ്ടിനും ഡെറിവേറ്റീവ് എടുക്കുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുക. സോ 9y ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് x², ഡെറിവേറ്റീവ് ഓഫ് ദിസ് തിങ് 2x മൈനസ് 3y ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് x raised to 5 5x raised to 4. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ബേസിക്കലി 5x raised to 4 എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, ഈ 9 ഇൻറ്റു 2 18 xy 18xy മൈനസ് 3 ഇൻറ്റു 5 15 x raised to 4y. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. നിങ്ങളിനി ഹോംവർക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഡോ ബൈ ഡോ വൈ ഞാൻ അതിവിടെ ചെയ്യുന്നില്ല. അതെന്ത് ചെയ്യുക, നിങ്ങൾ എന്താണ് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുക. ഇതിൻ്റെ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കും. ഇവിടെ എന്ത് ചെയ്യണം, ഈ ഡോ ബൈ ഡോ കൺസിഡർ ചെയ്യുമ്പം ഇവിടെ 9x² കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് പുറത്തെടുത്തിട്ട് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ചെയ്യുക. 9x² ഞാൻ തന്നെ ഇവിടെ സോൾവ് ചെയ്യണമല്ലോ. ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ചെയ്യുക മൈനസ് ഇവിടെ 3ഉം x raised to 5ഉം കോൺസ്റ്റൻറ്റ് 3x raised to 5 ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ. എന്നിട്ട് ഇത് എന്താണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് എടുക്കുക, റീഅറേഞ്ച് ചെയ്യുക, ഫൈനൽ ആൻസറിലേക്ക് എത്തുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക്. ഇത് നിങ്ങൾ ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ് എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യന് പവർ റൂൾ വെച്ചിട്ട് അവിടെ ആക്ച്വലി കുറച്ച് ചെയിൻ റൂൾ വരുന്നുണ്ട്. കാരണം ഒരു x raised to 8 ആണെങ്കിൽ 8x raised to 7 എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഫംഗ്ഷൻ്റെ പവറിലാണ് ഒരു 3 ഫംഗ്ഷൻസിൻ്റെ, അതായത് 3 ടേംസിൻ്റെ പവറായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ചൊരു ചെയിൻ റൂളിൻ്റെ ഒരു മാജിക്ക് വരുന്നുണ്ട്. നമുക്കതിൽ നോക്കി നോക്കാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വരുമ്പോൾ ഇവിടെ ചെയിൻ റൂൾ വരുന്നതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്ത് ഒരു ആരോ വരച്ച് നോക്കി തട്ടിയത് x²ലല്ല തട്ടി. x²ന് മുമ്പിൽ നിങ്ങൾ ഇവിടെ ഒരു വലിയൊരു മതിൽ പോലത്തെ ഒരു ബ്രാക്കറ്റ് കാണുന്നുണ്ട്. മതിലാണ് ഫസ്റ്റ് തട്ടിയത്. മതിലിൽ തട്ടുമ്പോൾ മതിലിൻ്റെ ഓണറാണ് ആരാണ്, മതിലിൻ്റെ മറ്റേ ലാൻഡ് ഓണർ, ദ മുതലാളി ഓഫ് ദറ്റ് വോൾ ഇസ് 8. ആ പവർ 8 ആണ്. സോ ആദ്യം അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. സോ 8 ഇൻറ്റു ഈ സാധനം നമ്മളിപ്പോൾ 8 ഇൻറ്റു x raised to 7 എഴുതുന്ന പോലെ 8 ഇൻറ്റു ഈ ഫംഗ്ഷൻ അതിൻ്റെ പവർ 7. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ചെയിൻ റൂൾ ചെയ്തത്. ഇൻറ്റു ഇനി എന്ത് ചെയ്യുക, ഇനി നമ്മൾ ഉള്ളിൽ വരുമ്പോൾ ഉള്ളിൽ കാണുന്നത് ഈ ഒരു മൊത്തം ടേംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൻ്റെ ഡെറിവേറ്റീവ് അക്കോർഡിംഗ് ടു ചെയിൻ റൂൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് x² പ്ലസ് 5x മൈനസ് 2y. ഇവിടെയാണ് നമ്മളെ പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്യേണ്ടത്. ഇതെന്താ ബേസിക്കലി ദിസ് ഇസ് ചെയിൻ റൂൾ. ഇത് ചെയിൻ റൂൾ എന്നാണ് വരുന്നത്. ഇത് നമ്മൾ പ്ലസ് ടുവിലും പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിക്കും ഫസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ യൂസിങ് ദോസ് നോളജ് വി ആർ ഡൂയിങ് ഇറ്റ്. സോ 8 ഇൻറ്റു x² പ്ലസ് 5x മൈനസ് 2y ഹോൾ റൈസ് ടു 7 ഇൻറ്റു ഇനി ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഡോ ബൈ ഡോ എക്സ് ഓഫ് x² പ്ലസ് 5നെ പുറത്ത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് മൈനസ് ഇവിടെ 2y, ഇവിടെ എക്സിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് 2y പുറത്ത് ഡോ ബൈ ഡോ എക്സ് ഓഫ് 1. ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയിപ്പോൾ. ഐ എം സോറി ടു സേ ബട്ട് ദിസ് ടേം വിൽ ഗെറ്റ് എലിമിനേറ്റഡ് നൗ. എന്തൊരു സങ്കടം ആ ഒരു എന്താണ് നമ്മുടെ വൈൻ്റെ ടേം പോകുന്നതാണെന്നോ, നല്ല വിഷമമുണ്ട്. 8 ഇൻറ്റു x² പ്ലസ് 5x മൈനസ് 2y ഹോൾ റൈസ് ടു 7 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x 5 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1. സോ 5 ഇൻറ്റു 1 സോ ഈക്വൽ ടു 5. അപ്പോൾ 5 ഇൻറ്റു 1 5 പ്ലസ് 2y ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 1 ആയിരുന്നു. ഇവിടെ ഒന്നുമില്ല, ഇവിടെ കാറ്റ് മാത്രമില്ല. സോ 0 പോയി ഈക്വൽ ടു 0. സോ ഇവിടെ 0 ആയിപ്പോയി. സോ 8 ഇൻറ്റു x² പ്ലസ് 5x മൈനസ് 2y ഹോൾ റൈസ് ടു 7 ഇൻറ്റു 2x പ്ലസ് 5. ഇത് കാണുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, പക്ഷേ ഇത് 3 മാർക്കിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടേ ചോദിക്കുള്ളൂ. പക്ഷേങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് കോൺഫിഡൻ്റ് ആവേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്.
എന്താണ് ദിസ് ഇസ് ചെയിൻ റൂൾ ബേസിക്കലി. ഇത് ചെയിൻ റൂളാണ്. ഇത് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ എന്താണ് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ മുകളിൽ പവർ, അതായത് ഒരു കുറേ ഫംഗ്ഷൻസ് തന്നിട്ട് അതിൻ്റെ മുകളിൽ പ്ലസും മൈനസ് എല്ലാം ചെയ്തിട്ട് ഇവിടെ അതിൻ്റെ മുകളിൽ ഒരു പവറോ എന്തെങ്കിലും ഒരു പവർ കൊടുത്തിട്ട് ബേസിക്കലി മനസ്സിലായിക്കോളൂ. ദാറ്റ് ഈസ് എ എക്സാമ്പിൾ, ദാറ്റ് ഈസ് എൻ ക്ലാസിക്കൽ കേസ് ഓഫ് ചെയിൻ റൂൾ. ചെയിൻ റൂളിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിളാണ് അത്. അടുത്ത ഒരേ ഒരു ക്വസ്റ്റ്യൻ കൂടി. Z is equal to 10x square y raised to 4 minus 6x y square plus 10x square. നമുക്ക് ഞാൻ ഡോ എക്സ് അല്ല രണ്ട് കേസിലും കണ്ട, ഞാനിവിടെ ഡോ വൈ കാണുക. അവിടുത്തെ എന്താണ് ഇവിടുത്തെ ഹോംവർക്ക് ഞാൻ പറയാം. ഇവിടെ ഒരു ഹോംവർക്ക് ഉണ്ട്. നിങ്ങൾ ഡോ വൈ കണ്ടുപിടിക്കുക സെഡ്. ഇവിടെ ഡോ എക്സ് അല്ല ഞാൻ കണ്ടത്. സോ ഇവിടെ നിങ്ങൾ ഡോ വൈ കണ്ടുപിടിക്കുക. ഞാൻ ടെൽ മീ ദ ഫൈനൽ ആൻസർ. ഈ ടേം അതേപോലെ തന്നെ എന്തായാലും ഉണ്ട്, കാരണം ചെയിൻ റൂൾ പ്രകാരം. ആകെ മാറ്റം വരുന്നത് ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 2y. നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ എക്സ് വൈൻ്റെ ടേമില്ല. അപ്പോൾ ഇത് 0 ആയിപ്പം, ഇതും 0 ആയിപ്പം, ഇത് മാത്രം ബാക്കിയായിപ്പോൾ. ആ ലോജിക്കിൽ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. അതിൻ്റെ ഇപ്പോൾ ഫൈനൽ ആൻസർ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഞാൻ ഇൻ ടേംസ് ഓഫ് വൈ ആണ് ഞാൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഹോംവർക്ക് എന്തായിരിക്കും? ഇതിൻ്റെ ഹോംവർക്ക് ഫൈൻഡ് ഇൻ ടേംസ് ഓഫ് എക്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഇൻ ടേംസ് ഓഫ് എക്സ്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഡോ എക്സ് ഓഫ് സെഡ് കണ്ടുപിടിച്ചിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇനി ആൻസർ ചെയ്യാമല്ലോ നമുക്ക്. ഡോ വൈ ഓഫ് ഈ സാധനം എന്ന് പറയുന്നത് ഇവിടെ വൈൻ്റെ ടേംസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കി എല്ലാ ടേംസും നമ്പേഴ്സും ബാക്കിയൊക്കെ കോൺസ്റ്റൻറ്റ്. സോ 10ഉം എക്സ് സ്ക്വയറും കോൺസ്റ്റൻറ്റ്. 10x സ്ക്വയർ ഡെറിവേറ്റീവിൻ്റെ പുറത്ത് ഇൻറ്റു ഡോ വൈ ഓഫ് y റൈസ്ഡ് 4 മൈനസ് ഇവിടെ y സ്ക്വയർ മാത്രമേ കൺസിഡറേഷനിലുള്ളൂ, ബാക്കിയെല്ലാം കോൺസ്റ്റൻറ്റ്. അപ്പോൾ 6x പുറത്ത് ഇൻറ്റു ഡോ വൈ ഓഫ് y സ്ക്വയർ പ്ലസ് അടുത്തത് ഇവിടെ 10x സ്ക്വയർ. ഇവിടെ വൈൻ്റെ ടേമേ ഇല്ല, പറഞ്ഞിട്ട് അറിയില്ല. ഇയാളിപ്പം എന്താണ് ഔട്ടായിപ്പം കളിയുന്നത്. 10x സ്ക്വയറിൻ്റെ ഡോ വൈ ഓഫ് 1 വൈൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട്. സോ ഈ ടേം എന്താണ് സങ്കടത്തോടു കൂടി പറയട്ടെ, ഇയാൾ 0 ആയിപ്പോയി, ഈ ടേം പോയി. സോ വെരി സോറി മൈ 10x സ്ക്വയർ ഡിയർ ഫ്രണ്ട്, യു ആർ ഔട്ട് ഓഫ് ദിസ് ഗെയിം. അയാൾ പോയി. അടുത്ത 10x സ്ക്വയർ ഇൻറ്റു ഡോ വൈ ഓഫ് വൈ. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? y റൈസ്ഡ് 4ൻ്റെ ഡെറിവേറ്റീവ് 4y ക്യൂബ്. സോ 4y ക്യൂബ് മൈനസ് 6x ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് y സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2y. അപ്പോൾ 2y പ്ലസ് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് കളിയിൽ നിന്ന് പോയി 0. അയാളെ ഞാൻ ഒരു നിമിഷം ഓർമ്മിച്ചുകൊണ്ട് അയാൾ 0 ആയിപ്പോയി. അപ്പോൾ 10 ഇൻറ്റു 4 40 എക്സ് സ്ക്വയർ വൈ ക്യൂബ് മൈനസ് 6 ഇൻറ്റു 2 12 എക്സ് വൈ. ഫൈനൽ ആൻസർ പോരാ. അടുത്ത ഈ ഹോംവർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഡോ എക്സ് ഓഫ് സെഡ് കണ്ടുപിടിക്കുക. ഞാൻ ഡോ വൈ ആണ് ഇവിടെ കണ്ടുപിടിച്ചത്, നിങ്ങൾ ഡോ എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അവിടെ എന്തായിരിക്കും? 10y റൈസ്ഡ് 4 ഇൻറ്റു ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 6y സ്ക്വയർ ഇൻറ്റു ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് 10 ഇൻറ്റു ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താണ്, ഞാൻ ഡോ എക്സ് കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ടേം പോലും ബേസിക്കലി 0 ആയി പോകുന്നില്ല. അപ്പോൾ എന്താണ് സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇവിടെ പക്ഷേ എന്താണ് ഒരു ഭയങ്കര അൺഫോർച്ചുനേറ്റ് കാര്യം സംഭവിച്ചത്. നമ്മൾ ഈ ഒരു സുഹൃത്ത് ഈ പ്രോസസ്സിനടുക്ക് 0 ആയിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഇങ്ങനെ ചില ആൾക്കാരെല്ലാം 0 ആയി പോകുന്നതാണോ സങ്കടം തോന്നുമ്പോൾ ചിലപ്പോൾ ജസ്റ്റ് മേക്സ് മൈ ഹാർട്ട് സോ സാഡ്. അപ്പോൾ പക്ഷേ അയാൾ പോയാൽ പറ്റുള്ള വേറെ വഴിയില്ല. അപ്പോൾ ടൈപ്പ് 7 ഓക്കെ. ടൈപ്പ് 7 ഞാൻ പറഞ്ഞായിരുന്നു ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ്റെ ഒരേ ഒരു എക്സാമ്പിളെ പഠിക്കാനല്ലോ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇംപ്ലിസിറ്റ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്ലോപ്പ് എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഡെറിവേറ്റീവ് ആണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ഡോ എക്സോ ഡോ വൈയോ എനിത്തിങ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി അപ്പോൾ എന്ത് തന്നെയായിരിക്കും? ഡോ വൈ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് പോയിന്റ്സ് എന്താണ്? 2/3 1/3 2/3. ഓക്കെ. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് നോക്കാമല്ലോ. എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഇവിടെ ഒന്നും തന്നിട്ടില്ലേ? എക്സ് സ്ക്വയർ പ്ലസ് ഈ സ്പിയർ ആണ് തന്നിട്ടില്ലേ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. വി നോ ദിസ് ഇസ് എൻ ഇക്വേഷൻ ഓഫ് എ സ്പിയർ വിത്ത് റേഡിയസ് 1. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കും. ഇൻ ടേംസ് ഓഫ് വൈ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കും. വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഡോ വൈ ഓഫ് ഈ ഫംഗ്ഷൻ ഈക്വൽ ടു ഡോ വൈ ഓഫ് 1. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു സൈഡിൽ മാത്രം എടുക്കാനല്ല, രണ്ട് സൈഡിൽ എടുക്കണം. ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ രണ്ട് സൈഡിൽ എടുക്കണം. ഒരു സൈഡിൽ നമ്മളൊരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലും ആഡ് ചെയ്യണം. മൈനസ് ചെയ്യുന്നുണ്ട് അപ്പർ സൈഡും മൈനസ്. മൾട്ടിപ്ലൈ ആണെങ്കിൽ അപ്പർ സൈഡിലും മൾട്ടിപ്ലൈ. ഡിവൈഡ് ആണ് അപ്പർ സൈഡും, രണ്ട് സൈഡിലും ചെയ്യണം. അല്ലാതെ ഒരു സൈഡിൽ മാത്രമായിട്ട് നമുക്ക് ഒരു ടേമിനെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ ഇല്ലാണ്ടാക്കാനൊന്നും പറ്റുന്നില്ല. ഇഫ് വി ആർ ഡൂയിങ് ഇറ്റ് ഓൺ ദ റൈറ്റ് സൈഡ് വി ഹാവ് ടു ഡൂ ഇറ്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ദാറ്റ് ഈസ് ദ ബേസിക് ഫണ്ടമെൻ്റൽ റൂൾ ഓഫ് മാത്തമാറ്റിക്സ്. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇതിൻ്റെ ടേം എന്തായാലും പോകും. ഇത് 0 ആയിപ്പോയി.
വീണ്ടും വിഷമം, ഇയാൾ 0 ആയിപ്പോയി. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ വൈ എഫ്, ഇവിടെ വൈന് ടേമില്ലാത്തതുകൊണ്ട് ഡോ ബൈ ഡോ വൈ എഫ് 1. എന്തായാലും നിങ്ങൾ കോമൺ സെൻസിറ്റി എന്ന് വെച്ചാൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈന് ടേമില്ലാത്തതുകൊണ്ട് ഇത് 0 ആയിപ്പോവും, ഇവിടെ വൈന് ടേമില്ലാത്ത ഇത് 0 ആയിപ്പോവും. അപ്പോൾ 0 പ്ലസ് ഡോ ബൈ ഡോ വൈ സ്ക്വയർ, ഇവിടെ മാത്രം ഒരു ടേം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, ഈ രണ്ടെണ്ണം നിർഭാഗ്യവശാൽ രണ്ടും തട്ടിപ്പോവും. അപ്പോൾ 0 പ്ലസ് ഈ സാധനം ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2y പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇവിടെ ഒന്നും ഇല്ല, സെഡ് സ്ക്വയറിലൊന്നും വൈൻ്റെ ടേമില്ലാത്തതുകൊണ്ട് അതും അങ്ങ് 0 ആയിപ്പോയി, ഈക്വൽ ടു 0. ആക്ച്വലി ഓക്കെ അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അത് ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ബേസിക്കലി ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അത്, അപ്പോൾ എന്താണ് ഇവിടെ അത് 0 ആയി പോവില്ല. ഓക്കെ എനിക്ക് മിസ്റ്റേക്ക് പറ്റി. ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ് സ്ക്വയർ, നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ നമ്മൾ എന്തായിരുന്നു പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത്, ഡി ബൈ ഡി എക്സ് ഓഫ്, ഇപ്പോൾ ഒരു എക്സ് വൈ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഉണ്ടെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1, ഡി ബൈ ഡി എക്സ് ഓഫ് വൈയോ അത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇതാണ് ബേസിക്കലി എന്താണ് നമ്മളെ നോർമൽ ഡിഫറൻസിയേഷൻ. ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ഡൂ ദറ്റ് സെയിം. അതുകൊണ്ടാണ് ഇതിന് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കാരണം എന്താണ്, സെഡിൻ്റെ ടേംസിലൊന്നും പറഞ്ഞിട്ടില്ല, വൈ ഡയറക്ഷൻ മാത്രമേ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇവിടെ ചെയിൻ റൂൾ യൂസ് ചെയ്യണം. സോ ഇവിടെ ആദ്യം ഞാൻ തട്ടുമ്പോൾ സെഡ് സ്ക്വയറിനാണ് കാണുന്നത്, അപ്പോൾ 2z ഇൻറ്റു ഇനി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് എന്ത് കണ്ടുപിടിക്കണം, അല്ല ഡോ ബൈ ഡോ ഓഫ് സെഡ് എഴുതണം. വൈ, ബിക്കോസ് ഇറ്റ് ഈസ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ടെക്നിക്ക്. ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് വാസ് 2z ഇൻറ്റു, അതായത് നമ്മൾ ബേസിക്കലി ഇവിടെ പാർഷ്യൽ അല്ല ചെയിൻ റൂളാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ്. കാരണം ഇവിടെ സെഡ് ആയിരുന്ന പ്രശ്നമല്ല, ഡോ ബൈ ഓഫ് സെഡ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. പക്ഷേ ഇവിടെ ആക്ച്വലി എന്ത് വന്നുപോയി, ഇത് ആക്ച്വലി സെഡ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇറ്റ് ഇസ് എ വേരിയബിൾ. അപ്പോൾ എന്താണ് സെഡ് സ്ക്വയർ ആയിപ്പോയി. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ചെയിൻ റൂൾ വെച്ചിട്ട് ആദ്യം 2z എന്ന് എഴുതുക, ആ പവർ റൂൾ വെച്ചിട്ട്, ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ. അപ്പോൾ അത് 0 ആയി പോകുന്നില്ല, ഇതാ 2y പ്ലസ് 2z ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ, അല്ല ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ്. ദിസ് ഈസ് കോൾഡ് പാർഷ്യൽ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്, 2y പ്ലസ് 2z ഇൻറ്റു എനിക്ക് ഡോ സെഡ് ബൈ ഡോ വൈ. യെസ്, അപ്പോൾ ഈ സാധനമാണ് ബേസിക്കലി എനിക്ക് വേണ്ടത്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 100. എനിക്ക് ഡി വൈ ബൈ ഡി, ഇതൊന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് പറയുകയാണ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. നമ്മൾ മറ്റേ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റൻ ആയിരുന്നത്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തരൂ 2 ടേംസില്ല, എന്നിട്ട് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ ഒന്നും പറയില്ല, ജസ്റ്റ് ഇങ്ങനെ 2 ഫംഗ്ഷൻ തരും, ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുക, 2 സൈഡിൽ ഡിഫറൻഷിയേഷൻ എടുക്കുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 100. ഇതെന്തായാലും കോൺസ്റ്റൻ്റ് ആണ്, ഇത് 0 ആയിപ്പോൾ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 പ്ലസ് ഇതെന്താ, ഇത് നമുക്ക് അറിയോ ഇല്ല, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 100 ഡെറിവേറ്റീവ് 0. നമുക്ക് പക്ഷേ ഡി വൈ ബൈ ഡി എക്സ് കിട്ടിയില്ലല്ലോ. ഡി വൈ ബൈ ഡി എക്സ് കിട്ടിയ ഈ വൈ 1 അപ്പുറത്തേക്ക് പോട്ടെ, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 അപ്പുറത്ത് പോകുമ്പോൾ -1. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സ്ലോപ്പ് കിട്ടണമെങ്കിൽ ഈ ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ് കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ വലിയ ടേംസ് ഒന്നും നല്ല അപ്പുറത്തേക്ക് പോട്ടെ, എന്നിട്ട് ഡോ ബൈ ഡോ വൈ ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേമിൽ നമുക്ക് ആ ഒരു ഫോർമുല എഴുതണം. സോ അതിന് വേണ്ടിയിട്ട് ഡോ ബൈ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റും നമുക്ക്, ദിസ് ഇസ് ഈക്വൽ ടു 0. ഒരു കാര്യം ചെയ്യാം, ഈ 2y ഇങ്ങോട്ടേക്ക് പോലെ 2z ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഈ 2y അപ്പുറത്തേക്ക് പോകുമ്പോൾ -2y. പിന്നെ ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ഈ 2z ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, താഴെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് ഡിവൈഡ് ആയിപ്പോൾ -2y ഡിവൈഡഡ് ബൈ 2z. ഈ 2 ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് വൈ ബൈ സെഡ്. മൈനസ് ഓഫ് വൈ ബൈ സെഡ് ആണ് ഫൈനൽ ആൻസർ. ദിസ് ഈസ് ദ സ്ലോപ്പ് വി ഫൗണ്ട് ഔട്ട് യൂസിങ് ദ മെത്തേഡ് ഓഫ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. ദിസ് ഈസ് ഹൗ വി ഫൈൻഡ് ദ ആൻസർ. പക്ഷേ ഇവിടെ ആൻസർ തീരുന്നില്ല. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, അത് വളരെ സിമ്പിളാണ്. 2/3 എന്ന് പറയുന്ന എക്സിലെ എക്സ് കോർഡിനേറ്റിലെ പോയിന്റ്, 1/3 വൈ കോർഡിനേറ്റിലെ പോയിന്റ്, -2/3 സെഡ് കോർഡിനേറ്റിലെ പോയിന്റ്. എല്ലാം അപ്പോൾ എന്താണ്, ഇവിടെ എക്സിൻ്റെ ടേം ഉണ്ടോ, എക്സിൻ്റെ ടേമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സ് ഇല്ലാത്ത ടേമിലേക്ക് ഇവിടെ കയറ്റേണ്ട ആവശ്യം, അപ്പോൾ അതാലോചിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിവിടെ 2/3ക്ക് ഇവിടെ മാത്രം ഇവിടെ എക്സ് ഇല്ലാത്തൊരു ടേമിലേക്ക് എക്സിലേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്യാനാവില്ല, അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാവില്ല. സോ ജസ്റ്റ് ലീവ് ദിസ് അബൌട്ട് ദിസ് എക്സിൻ്റെ തൽക്കാലത്തേക്ക് മറന്നു കളയാം. ഇവിടെ ഏതെല്ലാം ടേംസ് മാത്രമേ ഉള്ളൂ, വൈൻ്റെ ടേമുണ്ട്, സെഡിൻ്റെ ടേമുണ്ട്. അപ്പോൾ വൈൻ്റെ സ്ഥാനത്ത് ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്. ഇത് ഞാൻ മറ്റേ ഇത്
മറ്റേ പോയിൻറ്റിൻ്റെ മൈനസ് അല്ല, ഇത് ഓൾറെഡി ഇല്ല മൈനസാണ് ഫംഗ്ഷനിൻ്റെ. സോ മൈനസ് ഓഫ് വൈൻ്റെ സ്ഥാനത്ത് 1/3 ഡിവൈഡഡ് ബൈ സെഡിൻ്റെ സ്ഥാനത്ത് മൈനസ് ഓഫ് 2/3. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലാണ് മൈനസ് ഓഫ് 2/3. അപ്പോൾ മൈനസും ക്യാൻസൽ, 3 കട്ട്, ലാസ്റ്റ് ഫൈനൽ ആൻസർ വിൽ ബി 1/2. അപ്പോൾ ഇവിടെ വേറൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2/3 1/3 2/2. അതെനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ആയിപ്പോയാൽ. സോ മൈനസ് ഓഫ് വൈൻ്റെ സ്ഥാനത്ത് 1/3 ഡിവൈഡ് ബൈ സെഡിൻ്റെ സ്ഥാനത്ത് 2/3. അപ്പോൾ ഇത് സെയിം ഫംഗ്ഷൻ തന്നെ, സെയിം ആൻസർ തന്നെ, പക്ഷേ ഇവിടെ ജസ്റ്റ് ഒരു എക്സ്ട്രാ മൈനസ് ഉണ്ടാവും. ഫൈനൽ ആൻസറിൽ ഇവിടെ ഒരു എക്സ്ട്രാ മൈനസ് ഉണ്ടാവും. ദാറ്റ് വിൽ ബി 1/2. ഇത് ക്യാൻസൽ ആകുമ്പോൾ 1/2 പിന്നെ ഒരു മൈനസ്. ഇവിടെ ആകുമ്പോൾ എന്താ, ഇവിടെ ഈ സെഡിൽ ഇവർ വളരെ ക്ലവറായിട്ട് ഒരു മൈനസ് ചേർത്ത് കൊടുത്ത്. അപ്പം ഇവിടെ ഒരു മൈനസ് വന്ന്, അപ്പോൾ ഈ മൈനസും കൂടി ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെ ഫൈനൽ ആൻസർ 3 ക്യാൻസൽ ആയിട്ട് 1/2 ഫൈനൽ ആൻസർ കിട്ടി. ഇങ്ങനെയാണ് ബേസിക്കലി സംഭവിക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാനൊക്കെ ടൈം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ എന്നാലും ശ്രമിച്ച് നോക്കാം. സപ്പോസ് ദാറ്റ് d = റൂട്ട് ഓഫ് x² + y² ഇസ് ദ ലെങ്ത് ഓഫ് എ ഡയഗണൽ ഓഫ് എ റെക്റ്റാങ്കിൾ. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഡയഗണൽ ഉണ്ടോ, അതിൻ്റെ ലെങ്ത് ആണ് ബേസിക്കലി x² + y² എന്ന് കൺസിഡർ ചെയ്യുക. ഈ ഡയഗണലിൻ്റെ ലെങ്ത് ആണ് x² + y². ഹൂ സൈഡ്സ് ഹാവ് ലെങ്ത് xn. അപ്പോൾ എന്താണ്, വി ആർ സീയിങ് ദാറ്റ് എക്സും വൈ ലെങ്ത്ത് ഇറ്റ് ഈസ് അലൗഡ് ടു വേരി. അപ്പോൾ ഇത് എന്താണ്, അതായത് ലെങ്ത്ത് നമുക്ക് പിന്നെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് കൂട്ടിയും കുറയ്ക്കുക. നമുക്ക് ഇതിനെ വേരിയബിൾ ആയിട്ട് ഇങ്ങനെ എന്താണ് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വിത്ത് റെസ്പെക്ട് ഓഫ് ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഡോ എക്സ് ഓഫ് ഫംഗ്ഷൻ ഇവിടെ എന്താണെന്നില്ല ഡി കണ്ടുപിടിക്കണം. ഓക്കെ, വേറെ പോയിന്റ്. അപ്പോൾ ഇത് കിട്ടുന്നതിൻ്റെ ഒരു ആൻസർ കിട്ടും. ആ ആൻസറിലേക്ക് നമ്മൾ എക്സിന് 3 ഇട്ട് കൊടുക്കുക, വൈക്ക് 4 ഇട്ട് കൊടുക്കുക. ഡോ ഓഫ് 3,4 ഇതിനൊരു ഡെറിവേറ്റീവ് കിട്ടുമല്ലോ. അതിലേക്ക് എക്സിന് എവിടെയെങ്കിലും കാണുന്നുണ്ട് അവിടെയെല്ലാം 3 ഇട്ട് കൊടുക്കുക, വൈ എവിടെയെല്ലാം കാണുന്നുണ്ട് അവിടെയെല്ലാം 4 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. യെസ്, അപ്പോൾ ഡോ എക്സ് ഓഫ് x² അല്ല ഡോ എക്സ് ഓഫ് ഡി. ഒരു കാര്യം ചെയ്യുക, ഇത് വെറുതെ കോംപ്ലിക്കേഷൻ റൂട്ട് വരുന്നതിന് കോംപ്ലിക്കേഷൻ കുറക്കേണ്ടിയിട്ട് ഞാൻ d = റൂട്ട് ഓഫ് 2 സൈഡിൽ നിന്ന് സ്ക്വയർ എടുത്തു. സോ d² ഈ റൂട്ടിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2 തട്ടിപ്പോയി. സോ x² + y². അപ്പോൾ നിങ്ങൾ ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഡോ എക്സ് ഓഫ് d² കണ്ടുപിടിച്ചാൽ മതി. അതാകുമ്പോൾ എന്താ, നമുക്ക് റൂട്ടിൻ്റെ വെറുതെ വരുന്ന കോംപ്ലിക്കേഷനൊക്കെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ സ്ക്വയർ ആണ്. സോ വി ഹാവ് ടു യൂസ് ചെയിൻ റൂൾ. ഫസ്റ്റ് തട്ടുമ്പോൾ എന്താണ്, നമ്മൾ പവറാണ് കാണുന്നത്. സോ പവർ റൂൾ 2 × d. അപ്പോൾ എന്താണ്, ഡോ എക്സ് ഓഫ് ഡി. ഇതാണ് ബേസിക്കലി ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഈ സൈഡിലും അപ്പോൾ ഇതെടുക്കേണ്ടതായിട്ടുണ്ട്. ഡോ എക്സ് ഓഫ് d² ഇസ് ഈക്വൽ ടു ഡോ എക്സ് ഓഫ് x² + y². ഓക്കെ, അപ്പോൾ x² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x. പിന്നെ y² ടേമിലൂടെ x ഉണ്ടോ ഇല്ല. അപ്പോൾ ഇത് 0 ആയിപ്പോയി, കോമൺ സെൻസ് 0 ആയിപ്പോയി. അപ്പോൾ ഈ ടേം 0 ആയിപ്പോയി. അടുത്തത് ഇവിടെ ഒരു 2 ഉണ്ട്, 2 ും 2 ക്യാൻസൽ ആയിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ d ഇങ്ങ് താഴേക്ക് പോട്ടെ. കാരണം നമുക്ക് ഈ ഒരു ടേമാണ് ബേസിക്കലി വേണ്ടത്. വി ജസ്റ്റ് നീഡ് ദിസ് ടേം. അപ്പോൾ ഡോ എക്സ് ഓഫ് ഡി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ഡി. ഡി എന്തായിരുന്നു ബേസിക്കലി, ഡി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി വാസ് റൂട്ട് ഓഫ് x² + y². അപ്പോൾ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x² + y² വിത്ത് ദ പോയിൻറ്റ്സ് x = 3 ആൻഡ് y = 4. സോ നമുക്കിനി 3 ഉം 4 എവിടെയെങ്കിലും എക്സ് കാണുന്നുണ്ട് അവിടെയെല്ലാം 3 ഇട്ട് കൊടുക്കുക, എവിടെയെല്ലാം y കാണുന്നുണ്ട് അവിടെയെല്ലാം 4 ഇട്ട് കൊടുക്കുക. സോ x 3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x² 3² പ്ലസ് y 4 ആയിരുന്നു. സോ y² 4². സോ 3 ഡിവൈഡഡ് ബൈ ഇത് നമ്മൾ പൈതഗോറസ് തിയറത്തിൻ്റെ ആ ഒരു ഇക്വേഷൻ പോലെ ഉണ്ടല്ലോ, റൂട്ട് ഓഫ് 3 അതായത് 5² അല്ല 5 is equal to root of 3² plus 4². സോ വി നോ ദിസ് ഇസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അതെന്താണ്, ഇപ്പോൾ ഇത് 3 ഉം 4 ആണെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി 5 പൈതഗോറസ് തിയറം. സോ ഇതെന്തായാലും റൂട്ട് ഓഫ് 9 + 4 16 എന്ന് പറയുന്നത് 25 റൂട്ട് 25 ബേസിക്കലി 5. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. സോ അതിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത്, 3/5 ആണ് ആൻസർ. ക്യാപിറ്റൽ ലെറ്റർ ഡി, ഇത് ലെങ്ത് ആണ്. ദ ലെങ്ത് ഇസ്, അതായത് ഇതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് ദാറ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 3/5 യൂണിറ്റ് പെർ യൂണിറ്റ് ഇൻക്രീസ് അറ്റ് എക്സ്. ഒരു യൂണിറ്റ് കൂടുമ്പോൾ ഇവിടെ ഡയഗണലിൽ എത്ര കൂടുന്നുണ്ട്, 3/5 വെച്ചിട്ട് കൂടുന്നുണ്ട്, 3/5 യൂണിറ്റ്സ് വെച്ചിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 1 സെൻറ്റിമീറ്റർ കൂടുമ്പോൾ ഡയഗണലിൻ്റെ ലെങ്ത്ത് എത്ര കൂടും, 3/5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കൂടും. അപ്പോൾ യെസ്, അറ്റ് പോയിൻറ്റ് 3,4 ബേസിക്കലി. യെസ്, ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. സോ ഇങ്ങനെയാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ ചെയ്യുക. അതോടുകൂടി ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ 3 വേരിയബിൾ സിസ്റ്റം. അതായത്
എക്സ് ഓഫ് വൈ ഓഫ് സെഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 3 ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്താൽ മതി, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. വി ക്യാൻ മീറ്റ് ഇൻ അനദർ നെക്സ്റ്റ് വീഡിയോ. ദിസ് വിൽ ബി ദ നെക്സ്റ്റ് ടോപ്പിക്.